Hi students, welcome back. നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളൊക്കെ എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്നാൽ ഷോർട്ട് ടൈം പീരിയഡിൽ എല്ലാവർക്കും ചാപ്റ്ററുകളെല്ലാം കവർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി എടുത്തിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് 16th ചാപ്റ്ററായ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പായി അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ. പ്രോബബിലിറ്റി നേരത്തെ അറിയാവുന്നവരുണ്ട്, എന്നാൽ പോലും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ, കാര്യം നാച്ചുറൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതെല്ലാം ഏറെക്കുറെ പ്രോബബിലിറ്റി സാധ്യതകളാണ്. പിന്നെ ചിലത് ഷുവർ ഇവൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടുഡേ ഈസ് വെനസ്ഡേ, സോ വാട്ട് ഈസ് ടുമോറോ? ടുമോറോ ഈസ് ഷുവർലി ഇറ്റ്സ് തേഴ്സ്ഡേ ആൻഡ് ടുമോറോ ഈസ് ഷുവർലി നോട്ട് സൺഡേ. അപ്പോൾ അല്ലാത്തതുകൊണ്ട്, ഷുവറായിട്ടല്ലാത്തതുകൊണ്ട്, ഷുവറായിട്ട് ആയതുകൊണ്ട് അതല്ലാത്തതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കുറേ കാര്യങ്ങൾ, ചാൻസുകളുണ്ട്. അതിനെയാണ് നമ്മൾ ശരിക്കും ഈ പ്രോബബിലിറ്റിക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പോലെ നമ്മുടെ സോഷ്യോ എക്കണോമിക് എൻവയോൺമെൻറ്റിനകത്ത് ഈ ഫ്ലെക്സിബിലിറ്റി, അത് മാത്രമല്ല ഇന്ന് സയൻസിനകത്ത് പോലും സബാറ്റോമിക് പാർട്ടിക്കിൾസ് എല്ലാം ഒരു പ്രോബബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ അതിനെ പറയുന്നത്. അതിൻ്റെ ഷെല്ലുകളായി കഴിഞ്ഞാലും അതിൻ്റെ എക്സിസ്റ്റൻസ് പോലും സംടൈംസ് ഇറ്റ് ഈസ് മാറ്റർ ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് എനർജി ഫോം എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് മോഡേൺ സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ചില ടെക്നിക്കൽ വേർഡ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെട്ടിരിക്കാം. കാര്യം പലപ്പോഴും ഈ ക്വസ്റ്റ്യനിൽ അത് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഉള്ളത് കൊണ്ടാണ്. ഒന്ന് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതാണ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുകയാണ്. ടോസ് ചെയ്യുമ്പം അതിന് ഉണ്ടാകാവുന്ന പോസിബിൾ ഔട്ട്കം, ഒന്ന് ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഇനി എറിയുന്നത് ഒരു ഡൈസ് ആണെങ്കിൽ അതിനകത്ത് 1 to 6 നമ്പർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നേ ആകും. 1 2 3 4 5 6 ഇതിലേതെങ്കിലും ഒന്നാവും. അതുപോലെ നമ്മളൊരു വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡിനകത്തുനിന്ന് ഒന്നെടുക്കുന്നു. 52 കാർഡുകളിൽ ഏതെങ്കിലും ഒന്നാവും. അതായത് ഈ 13 കാർഡ്, ഓരോ സെറ്റിനകത്തുള്ള 13 കാർഡുകളിൽ ഏതെങ്കിലും ഒന്നാവും. കാർഡിനെ പറ്റി ഞാൻ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിരുന്നു കോമ്പിനേഷനകത്ത്. അപ്പോൾ അത് പറ്റിയൊരു ഐഡിയ ഉണ്ടാക്കുക അങ്ങനെയുള്ളവർ. അപ്പം ഇത്രയും ആണ്. അപ്പോൾ ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പോസിബിൾ ഔട്ട്കമ്മുകളും എന്തൊക്കെ സംഭവിക്കാമോ, അതിന് വ്യത്യസ്തമായി എന്തെല്ലാം രീതിയിൽ സംഭവിക്കാമോ അതെല്ലാം കൂടെ ചേർത്ത ഒരു ബിഗ് സെറ്റ്. ആ ഒരു സെറ്റ് കൺസെപ്റ്റ് കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരും. അതുകൊണ്ട് ആ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഇറ്റ്സ് എ സെറ്റ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സംഭവിക്കുക ദ ഔട്ട്കം വിൽ ബി എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്, നമ്മൾ പ്രോബബിലിറ്റി കാണുന്നത്. പിന്നെ ഉള്ളത് സാമ്പിൾ പോയിന്റ്സ് ആണ്. സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തെയും നമ്മൾ അതിൻ്റെ സാമ്പിൾ പോയിന്റ് എന്ന് പറയാം. ഒരു സാമ്പിൾ സ്പേസിനെ നമ്മൾ സെറ്റായി ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓരോ എലമെൻറ്റും അതിന് സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയും. പിന്നെ ഇവൻ്റ് എന്ന് പറയും. ഇവൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു നമ്മൾ ഒരു ഡൈസ് എറിയാണ്. അപ്പം ചോദിക്കുകയാണ് വാട്ട് ആർ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ കിട്ടാനില്ല. അപ്പോൾ ഈവൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ 2 or 4 or 6 സംഭവിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവൻ്റ് ആണത്. അപ്പം ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിനകത്തുള്ള സാമ്പിൾ പോയിൻറ്റ്സിൻ്റെ ഇതിൻ്റെ ഒരു സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റായി വരുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ സാധാരണ ഇവൻ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവം 1 or 2 സംഭവിക്കുക, അല്ലെങ്കിൽ ബീങ് എ പ്രൈം നമ്പർ. ഇപ്പോൾ 2 or 3 or 5 വീണ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈം നമ്പർ. സോ ആ 2 3 5 എന്ന് പറയുന്ന സെറ്റ് അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവൻ്റ് 2 കാറ്റഗറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ട്. ഷുവർ ഇവൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്ന് പറയുന്ന ഇവൻ്റും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് സാധാരണ നമ്മുടെ പ്രോബബിലിറ്റി വരുന്നത്. ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 1 ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റേത് 0 അതുകൊണ്ട് സാധാരണയായി ഒരു പ്രോബബിലിറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 1 and 0. പിന്നെ ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറയുന്നതുണ്ട്. ഈക്വലി ലൈക്ലി ഔട്ട്കം അത് ഓർഡറിൽ വരേണ്ടതല്ല, പക്ഷെ അവിടെ വന്നതാണ്. ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ
നോട്ട് ബയസ്ഡ് എന്നുള്ള അർത്ഥമാണ് അതിനകത്ത്. ഈക്വലി ലൈക്ക്ലി അതെല്ലാം സംഭവിക്കാൻ ഏതൊരു ഇവൻ്റ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഇവൻ്റ് അല്ല സാമ്പിൾ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി സെയിം ആണ്, അല്ലെങ്കിൽ അതിനെല്ലാം തുല്യ സാധ്യതകളാണ്, തുല്യ ചാൻസുകളാണ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വീഴാനും ടെയിൽ വീഴാനും തുല്യമായിരിക്കണം, ഈക്വലി ലൈക്ക്ലി ഔട്ട്കം ആയിരിക്കണം. അല്ലാതെ അതൊരു ബയസ്ഡ് ആയി കഴിഞ്ഞാൽ അല്ല ഹെഡ് കൂടുതൽ വീഴുന്ന കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ പ്രോബബിലിറ്റിയുടെ എല്ലാ തിയറങ്ങളും ഫെയിലായി പോകും. പിന്നെ അടുത്തതായിട്ട് ഇത് നമ്മുടെ എന്താണ് പ്രോബ്ലം ചെയ്യുന്ന എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഇത് കോംപ്ലിമെൻ്ററി ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്, അത് ഓഡ് നമ്പർ സംഭവിക്കുക എന്നുള്ളതാണ്. സോ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്, അതായത് ഓഡ് നമ്പർ വീഴുക എന്നുള്ളതാണ് അത് സെറ്റ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഓഫ് എ എന്ന് പറഞ്ഞാൽ നോട്ട് ഹാപ്പനിങ് എ എന്നതിൻ്റെ അർത്ഥം. നോട്ട് എ ആണ് നമ്മൾ എ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. അതായത് ഒരാൾ പരീക്ഷ പാസ്സാകാനുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ എ എന്ന് പറയുകയാണെങ്കിൽ പാസ്സാകാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്. എ ഓർ ബി, ഇത് ഞാൻ നേരത്തെ നമ്മൾ സെറ്റിനകത്ത് പഠിച്ചതാണ്. എ ഓർ ബി എന്ന് പറയുന്ന കൺസെപ്റ്റ്. എ ഓർ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൻ്റെ അത് ഇവൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവൻറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെറ്റിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എ ഓർ ബി മീൻസ് എ യൂണിയൻ ബി ആണ്. എ ഓർ ബി മീൻസ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി ആണ് എയോ അല്ലെങ്കിൽ ബിയോ സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പ്രൈം നമ്പറോ അല്ലെങ്കിൽ ഒരു ഈ ഈവൻ നമ്പറോ ആവുക എന്ന് പറയുന്ന 2 സെറ്റ്. പ്രൈം നമ്പർ ആവുക എന്നത് എയും ഈവൻ നമ്പർ ആവുക എന്ന് പറയുന്ന ഇവൻറ്റിനെ ബിയുമായി എടുത്തു കഴിഞ്ഞാൽ 2-1 ആവുക, എയോ അല്ലെങ്കിൽ പ്രൈം നമ്പറോ അല്ലെങ്കിൽ ഈവൻ നമ്പറോ ആവാനുള്ള പ്രോബബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കേണ്ട സമയത്ത് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അടുത്ത കൺസെപ്റ്റ് എ ആൻഡ് ബി ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾക്കറിയാം. ദിസ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ എയും ആകണം ബിയും ആകണം ഒരേ സമയത്ത്. അപ്പോൾ എയും ബിയും ആവാനുള്ള പ്രോബബിലിറ്റി അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ആൻഡ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് സാധാരണ അതിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് 2 ടെക്നിക്കൽ ടേമാണ്, അത് ക്വസ്റ്റ്യനകത്ത് പലപ്പോഴായി വരും, നമ്മൾ ശ്രദ്ധിക്കണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, 2 ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ടിനകത്തും എ ഇൻ്റർസെക്ഷൻ ബി, ഇതിലും അതിലും ഇപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ എ സംഭവിക്കുന്ന ഒന്നും ബിയിലുണ്ടാവില്ല. അതായത് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ 0 ആണ്. നമ്മൾ നേരത്തെ സെറ്റുകളുടെ കേസിൽ ഡിസ്ജോയിൻ്റ് സെറ്റുകൾ എന്ന് പറഞ്ഞിരുന്നു. ഡിസ്ജോയിൻ്റ് കോമൺ ആയിട്ട് ഒരു ഒന്നും അതിനകത്ത് രണ്ടിനകത്തും ഇല്ലാത്തത്, അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ 0 ആകുമ്പോൾ നമ്മൾ അതിനെ അവിടെ ഡിസ്ജോയിൻ്റ് എന്ന് വിളിച്ചു. ഇവിടെ പ്രോബബിലിറ്റിയുടെ കേസിൽ വരുമ്പോൾ അതിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയും. ഇവൻറ്റ് 2 ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയും. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഇവൻ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഈ 2-1 സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് ആവുക എന്നത് പറയുന്നത് ഒരു ഇവൻ്റാണ്. ബി നമ്മുടെ ടെയിലാവുക എന്ന് പറയുന്ന മറ്റൊരു ഇവൻറ്റ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2ഉം കൂടെ ചേരും. അതായത് ഇത് ഒന്നുകിൽ ഹെഡാണ് അല്ലെങ്കിൽ ടെയില, 2-1 ഉറപ്പല്ല, അതിൻ്റെ ഇടയിൽ വേറൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ 2 ഇവൻറ്റുകളെയും നമുക്ക് എക്സോസ്റ്റീവ് എന്ന് പറയാം. അതായത് 2ൻ്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 1 കിട്ടും എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡൈസ് ഇതാക്കുന്ന സമയത്ത് ഓഡ് നമ്പർ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്, ഈ ഈവൻ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് മറ്റൊരു ഇവൻ്റാണ്. എങ്കിൽ ഈ 2 ഇവൻറ്റുകൾ, കാര്യം ഒന്നുകിൽ ഒരു ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓഡ് ഉറപ്പാണ് അല്ലെങ്കിൽ ഇവൻ്റാണ്, ഈവനാണ്. ഈവനോ ഓഡോ 2-1 സംഭവിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ 2 ഇവൻറ്റുകളും എക്സോസ്റ്റീവ് ആണ് എന്ന് പറയും. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയുന്ന ഒറ്റ വേർഡായിട്ട് ഇതിങ്ങനെ ക്വസ്റ്റ്യനകത്ത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവിക്കുന്നതിൻ്റെ വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു ടേമാണ്. അതായത് 2നും കോമൺ ആയിട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത് സംഭവിച്ചാൽ അത് സംഭവിക്കില്ല, അത് സംഭവിച്ചാൽ ഇതും സംഭവിക്കില്ല എന്നർത്ഥം. എക്സോസ്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അത് 2ഉം കൂടെ കൂടിക്കഴിഞ്ഞാൽ മൊത്തം പ്രോബബിലിറ്റി ആയി പിന്നെ പുറത്തുനിന്നൊന്നും വരാനില്ല. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളൊരു ഡൈസ് എറിയുന്ന കേസിൽ 5 വീഴുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഇവൻറ്റ്, 2 വീഴുക എന്നുള്ളതാണ് വേറൊരു ഇവൻറ്റ്. അപ്പോൾ 5ഉം 2ഉം എന്ന് പറഞ്ഞാൽ 5ഉം 2ഉം അല്ലാതെ 3 വീഴാം, 4 വീഴാം. അപ്പോൾ അതൊക്കെ വീഴാനുണ്ട്. അതുകൊണ്ട് അത് എക്സോസ്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ളത്. അപ്പോൾ എക്സോസ്റ്റീവ് ആണെങ്കിൽ ഇതല്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കണം. അങ്ങനെ ഒന്നിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് മറ്റേ 2ഉം കൂടെ ചേരുമ്പോൾ നമ്മുടെ മൊത്തം സാമ്പിൾ സ്പേസ് ആകും എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സോസ്റ്റീവ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി നമ്മളിനി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്ന് അതാത് സമയങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Given that P of A is equal to 0.5, P of B is equal to 0.6, P of A union B, P of A union B is equal to
0.8, 0.8. Find P of A complement, P of A intersection B, P of A complement intersection B complement and P of A complement union B complement. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും ഇവിടെ തന്നതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്, P of A union B തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറയുന്നത് P of A complement ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റുകൾ എന്ന് പറയുന്ന പാഠത്ത് പഠിച്ച ആ വെൻ ഡയഗ്രവും ആ ഇക്വേഷനും മറക്കരുത്. N of A union B, N of A union B is equal to N of A plus N of B minus N of A intersection B എന്ന് പറയുന്നതും അതിനകത്തുണ്ടായിരുന്ന A minus B, A intersection B, B minus A എന്ന് പറയുന്ന മൂന്ന് ഡിസ്ജോയിൻ്റ് സെറ്റുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ സാധനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല ഡിമോർഗൻസ് തിയറം, ഡിമോർഗൻസ് പ്രിൻസിപ്പിൾ ഇതുണ്ടല്ലോ ഇക്വേഷൻസ്, അതൊക്കെ ഓർത്തിരിക്കണം. നമുക്ക് ഓരോന്ന് ആവശ്യം വരും. ഒനിഹോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് P of A കോംപ്ലിമെൻ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ? എ കോംപ്ലിമെൻ്റ് മീൻസ് നോട്ട് എ എന്നാണ്. നോട്ട് എ. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയും അത് സംഭവിക്കാതിരിക്കുകയും രണ്ടും കൂടെ ചേരുമ്പം എന്തെങ്കിലും ഒന്ന് നടക്കുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു ഡൈസ് എറിഞ്ഞാൽ 5 വീഴുക. 5 വീഴുക എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്. എന്നാൽ 5 വീഴാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഏത് വീണ് കഴിഞ്ഞാൽ 5 വീഴാതിരിക്കലാവും. അപ്പോൾ ഏതൊരു ഇവൻറ്റും നടക്കലും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടെ ചേരുമ്പം അതിൻ്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. രണ്ടാലൊന്നും സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് P of A കോംപ്ലിമെൻ്റ് എത്ര മീൻസ് P of നോട്ട് എ എന്ന് പറയുന്നത് 1 മൈനസ് P of A ആയിരിക്കും എപ്പോഴും. 1 മൈനസ് P of A ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് P of A 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 0.5. 0.5 മീൻസ് 0.5. അപ്പോൾ P of A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0.5 ആണ്. അടുത്തതായി രണ്ടാമത്തത് P of A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. അതിൽ ബി കോംപ്ലിമെൻ്റ് ഇല്ല, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണ്. എ ഇൻ്റർസെക്ഷൻ ബി ആണ്. നിങ്ങൾക്ക് നോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എ ഇൻ്റർസെക്ഷൻ ബി ആണ് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. എ ഇൻ്റർസെക്ഷൻ ബി കാണണമെങ്കിൽ നമുക്കറിയാം എ യൂണിയൻ ബി ഉണ്ട്, P of B ഉണ്ട്, P of A ഉണ്ട്. അങ്ങനെയാണെങ്കിൽ P of A യൂണിയൻ ബി is equal to P of A plus P of B minus P of A intersection B. നമ്മൾ നേരത്തെ പഠിച്ചതാണ് സെറ്റുകൾ എന്ന് പറയുന്ന പാഠത്തിനകത്ത്. അതിനർത്ഥം A യൂണിയൻ B നമുക്കറിയാം, ദാറ്റ് ഈസ് 0.8 ഈസ് ഈക്വൽ ടു P of A എന്ന് പറയുന്നത് 0.5 പ്ലസ് P of B എന്ന് പറയുന്നത് 0.6 മൈനസ് P of A intersection B ആണ്. അപ്പം ഇത് 1.1 ആണ്. 1.1 മൈനസ് P of A intersection B ആണ്. അതായത് നമുക്ക് P of A intersection B വേണമെങ്കിൽ P of A intersection B എങ്ങോട്ട് കൊണ്ടുപോയിട്ട് 0.8നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതായത് P of A intersection B is equal to 1.1 minus 0.8 is equal to 0.3 എന്നുണ്ടാവും. 0.3. അപ്പോൾ 0.3 എന്ന് പറയുന്നതാണ് 0.3 എന്ന് പറയുന്നതാണ് നമ്മുടെ A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് മറക്കരുത്. നമ്മൾ സെറ്റുകളുടെ ഇതിനകത്ത് പഠിച്ചതാണിത്. അവിടെ N വെച്ചായിരുന്നു, ഇവിടെ P വെച്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് മൂന്നാമത്തത് P of A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിമോർഗൻസ് തിയറം. അതാരും മറക്കരുത്. A യൂണിയൻ B കോംപ്ലിമെൻ്റ്, A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും A ഇൻ്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ യൂണിയൻ A കോംപ്ലിമെൻ്റ് യൂണിയൻ B കോംപ്ലിമെൻ്റ് ആണ് എന്ന് നമ്മൾ ഡിമോർഗൻസ് തിയറത്ത് പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് മുകളിലത്തേതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് A യൂണിയൻ B complement. What is A union B complement? A union B complement means 1 minus P of A union B. ഒന്നിൽ നിന്ന് A union B യുടെ പ്രോബബിലിറ്റി കുറച്ചതായിരിക്കും. A union B യുടെ പ്രോബബിലിറ്റി എത്ര? ദാറ്റ് ഈസ് 0.8. ദാറ്റ് ഈസ് 1 മൈനസ് 0.8 ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0.2 എന്ന് കിട്ടും നമുക്ക്. അടുത്തതായിട്ട് P of A കോംപ്ലിമെൻ്റ് യൂണിയൻ B കോംപ്ലിമെൻ്റ് ഡിമോർഗൻസ് തിയറത്തിലെ രണ്ടാമത്തത്.
എന്തായിരുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ പഠിച്ചതാണ് ഡി മോർഗൻസ് തിയറം സെറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിനകത്ത്. അതുകൊണ്ട് നമുക്ക് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് അറിയണമെങ്കിൽ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അറിഞ്ഞാൽ മതി. സോ വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് മീൻസ് 1 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? ദാറ്റ് ഈസ് 0.3 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7. So 0.7 is A intersection B complement. അടുത്ത question. If A and B are events such that P of A is equal to 1/4, P of B is equal to 1/2, P of A intersection B is equal to 1/6. നമ്മൾ കൊടുത്തിട്ടുണ്ട്. Find A. Sub question A, P, A or B. Question ഞാൻ സ്ക്രീനിൽ കാണിക്കാം. P not A, P not A and not B. ഇങ്ങനെ 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. അടുത്തത് നിങ്ങൾ നോക്കൂ. എ ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഓർ ബി ആ. എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എ യൂണിയൻ ബി ആണ്. ദാറ്റ് മീൻസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ നമുക്കറിയാം 1/4 പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മീൻസ് 1/6. നമുക്ക് എല്ലാത്തിനെയും 12ൽ അങ്ങ് മാറ്റാം. ഇത് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് എല്ലാത്തിൻ്റെയും ഇവിടെ 4 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സമ്മതനായ അല്ലെങ്കിൽ ഇതിൻ്റെ HCF എന്ന് പറയുന്ന 12ലേക്ക് മാറ്റാം. 12ലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 12. അപ്പോൾ മുകളിൽ 3/12 ഇവിടെ 6/2 മൈനസ് 2/6 ഇങ്ങനെ ഉണ്ടാകുക. കുട്ടിയോക്ക് 12 2/12 ഇങ്ങനെ ഉണ്ടാകുക. 2/12 എല്ലാത്തിൻ്റെ അടിയിൽ 12. അപ്പം മുകളിൽ നോക്കിയാൽ മതി. 3 6 9 9 2 കുറച്ചാൽ 7. അപ്പോൾ 7/12 എന്നുണ്ടാവും. അപ്പോൾ പി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് 7/2 എന്ന് കിട്ടും നമുക്ക്. 7/2. ഞാൻ വായിക്കാൻ വേണ്ടിയാണ് അത് അങ്ങോട്ട് മാറ്റി എഴുതിയത്. 7/2 7/12 സോറി 7/12 7/12. ഓക്കെ, കൂട്ടുമ്പോൾ അങ്ങനെ കുറക്കുമ്പോൾ അങ്ങനെയല്ല കിട്ടുന്നത്. 12 ആണ് ഡിനോമിനേറ്റർ. ഇനി അടുത്തത് പി ഓഫ് നോട്ട് എ എന്ന. വാട്ട് ഈസ് പി ഓഫ് നോട്ട് എ? ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി ഓഫ് 1 മൈനസ് പി ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/4 ഈസ് ഈക്വൽ ടു 1ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അല്ലെങ്കിൽ 4/4ൽ നിന്ന് ദാറ്റ് ഈസ് 3/4 എന്നുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3/4 ആണ്. ദ തേർഡ് വൺ ഈസ് പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. എന്താ നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് നോട്ട് എ ആൻഡ് മീൻസ് ഇൻ്റർസെക്ഷൻ, നോട്ട് ബി മീൻസ് ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അത് നമുക്കറിയാം. ഡി മോർഗൻസ് തിയർ അനുസരിച്ച് നമുക്കറിയാം എ യൂണിയൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് 1 മൈനസ് എ യൂണിയൻ ബി ആണ്. 1 മൈനസ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി ഇപ്പോൾ കറൻറ്റ് നമുക്കറിയില്ല, എവിടെയും തന്നിട്ടില്ല എ യൂണിയൻ ബി. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തു. സോറി, എ യൂണിയൻ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 7/12. ദാറ്റ് മീൻസ് 1 മൈനസ് 7/12 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/12. 5/12 എന്ന് പറയുന്നതായിരിക്കും പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? 1 മൈനസ് എ ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് ചെയ്ത എ ഓർ ബി എന്ന് പറയുന്നതാണ് എ യൂണിയൻ ബി. അത് 7/12 ആണ്. സോ 1 മൈനസ് 7/12 ഈസ് ഈക്വൽ ടു 5/12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A committee of 2 persons is selected from 2 men and 2 women. What is the probability that the committee will have no men, 1 man, 2 men? ഇതാണ് അതിൻ്റെ സാധ്യത. 3 ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ അവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് നോ മെൻ ആണ്. നോ മെൻ. അപ്പം 2 മെന്നും
രണ്ട് വിമനുമാണുള്ളത്. നമുക്ക് രണ്ടാളെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ്, നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം ഉണ്ടാവും, എല്ലാ ഐറ്റങ്ങളും, അതായത് ഈ രണ്ട് മെന്നും രണ്ട് വിമനും ചേർന്ന് എന്തുമാത്രം കമ്മിറ്റികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം കൂടെ ചേരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സെറ്റാണ് സാമ്പിൾ സ്പേസ്. അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. സോ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ടും മൊത്തത്തിൽ 4 ആളുണ്ട്. 4 ആളിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് 4C2 എന്ന് നമുക്കറിയാം. 4C2 ഈസ് ഈക്വൽ ടു 4 × 3/1 × 2, ദാറ്റ് ഈസ് 2 × 3, ടോട്ടൽ 6 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. ടോട്ടൽ ഡിഫറെൻറ്റ് 6 ഡിഫറെൻറ്റ് വേസ്. അതിലൊന്നാമത് ചോദിച്ചാൽ നോ മെൻ, ഒറ്റ ആളും ഇല്ലാത്ത എത്ര കമ്മിറ്റികൾ ഉണ്ടാവാനുള്ള സാധ്യത, ആണുങ്ങളൊന്നും ഇല്ലാത്ത കമ്മിറ്റികൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്? അതിന് ആണുങ്ങളൊന്നും ഇല്ലാത്ത കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 2 പെണ്ണുങ്ങളായിരിക്കണം. സോ ഹൗ ക്യാൻ വി സെലക്ട് 2 വിമൻ ഫ്രം ഔട്ട് ഓഫ് 2 വിമൻ? ദാറ്റ് ഈസ് 2C2, 2 ആളിൽ നിന്ന് 2 ആൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2C0 ആൻഡ് ദാറ്റ് ഈസ് 1 എന്നാണ് ഉണ്ടാകുക. ഒറ്റ വേ ഉള്ളത്. സോ സെലക്ടിങ് വേസ് that we can select no men or 2 women from 2 women is 1, and the total number of elements in the sample space അല്ലെങ്കിൽ sample elements ൻ്റെ മൊത്തം എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. So the probability of no men is equal to 1/6 എന്ന് പറയാം. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 man ഉണ്ടാവണമെന്നാണ്. ദാറ്റ് മീൻസ് 1 man ഉണ്ടാകുമെങ്കിൽ അടുത്ത 2 ആളെ കമ്മിറ്റി ആണല്ലോ. അപ്പോൾ അടുത്ത ആളാരായിരിക്കും? വിമൻ ആയിരിക്കണം. അപ്പോൾ 1 മാനും 1 വിമനും ഉണ്ടാവാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പോൾ 2 മാനിൽ നിന്ന് 1 മാനെ സെലക്ട് ചെയ്യണമെങ്കിൽ 2 man അതിൽ നിന്ന് 1 സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ 2 വുമണിൽ നിന്ന് 1 വുമനെ സെലക്ട് ചെയ്യണം. ഇതാണ്. സോ 2C1 മീൻസ് 2 × 2, ദാറ്റ് ഈസ് 4 ഡിഫറെൻറ്റ് വേസിൽ ഇത് സംഭവിക്കാം. 4 ഡിഫറെൻറ്റ് വേസിൽ. സോ ദ പ്രോബബിലിറ്റി ഈസ് 4/6 ആയിരിക്കും. ടോട്ടൽ സ്റ്റിൽ ഇറ്റ് ഈസ് 6, ടോട്ടൽ 6 ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ സി പാർട്ട്, 2 men എന്നാണ് പറയുന്നത്. 2 men ബി ഞാൻ വായിക്കുകയാണ്. സി 2 men, 2 men ആവാനുള്ള പ്രോബബിലിറ്റി അത് നേരത്തെ ചെയ്ത പോലെ 2 women ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതുപോലെ 2 men എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2C2 ദാറ്റ് ഈസ് 1. സോ പ്രോബബിലിറ്റി ഓഫ് 2 men ഈസ് ഈക്വൽ ടു 1/ ടോട്ടൽ 6 ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ടോട്ടൽ സാമ്പിൾ സ്പേസ് എലമെൻസിൻ്റെ എണ്ണം, സാമ്പിൾ എലമെൻറ്റുകളുടെ. ഓക്കെ, ദാറ്റ് ഈസ് 1/6. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് 9 balls of which 4 are red, 3 are blue and 2 are yellow. അവിടെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. എ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി എ റെഡ്, നോട്ട് ബ്ലൂ, എയ്തർ റെഡ് ഓർ ബ്ലൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് 3 പ്രോബബിലിറ്റികൾ കാണണം. ഒന്ന്, റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തെന്നാണ്. സോ ടോട്ടൽ ഔട്ട്കം എത്രയാണ് ഇതിനകത്ത്? 4 റെഡും 3 ബ്ലൂവും 2 യെല്ലോ. നമ്മളൊരു ബോളാണ് എടുക്കുന്നത്. ആ എടുക്കുന്ന ബോൾ ഏതുമാവാം, ഈ 9 ബോളുകളിൽ ഏതുമാവാം. സോ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 9 ആണ്. എലമെൻറ്റ്സ് ടോട്ടൽ സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 9 ആണ്. അതിൽ റെഡ് ആവുക എന്ന് പറയുന്നത് ഈ 4 എണ്ണം എടുത്തു കഴിഞ്ഞാൽ റെഡ് ആവും. 4 balls ഉണ്ട് റെഡ്. സോ ദ പ്രോബബിലിറ്റി ഹിയർ ഈസ് 4/9. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, 10ാം ക്ലാസ്സിലൊക്കെ ചെയ്തതിൻ്റെ ബാക്കിയാണ്. നോട്ട് ബ്ലൂ, ബ്ലൂ ആവരുത് എന്നതിന് അർത്ഥമുള്ളൂ. ബ്ലൂ ആവരുത് എന്ന് പറഞ്ഞാൽ 4 റെഡോ 2 യെല്ലോ, ഈ 6ൽ ഏതുമാകാം. സോ ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് 6/9. ഇതിനെ ചെറുതാക്കാം കേട്ടോ. സോ 2/3 എന്ന് എഴുതാം. നെക്സ്റ്റ്, എയ്തർ റെഡ് ഓർ ബ്ലൂ. റെഡോ ബ്ലൂവോ എന്ന് പറഞ്ഞാൽ റെഡിന് 4ഉം ബ്ലൂവിന് 3ഉം. സോ ടോട്ടൽ ഈ 7 നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ദാറ്റ് മീൻസ് 7/9 എന്ന് കിട്ടും ഇതിൻ്റെ പ്രോബബിലിറ്റി. Next question, 1 card is drawn at random from a pack of 52 playing cards. Find the probability that the card drawn is diamond, the card drawn is an ace, the card drawn is a black, the card drawn is a face card, the card drawn is not diamond. ഇങ്ങനെ 5 ഓപ്ഷൻസ് അല്ലെങ്കിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം കാർഡിൻ്റെ ലേഔട്ട് ഞാൻ അത് സെറ്റ് എന്ന് പറയുന്നതിനകത്ത് ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വെൽ ഷഫിൾ അല്ലെങ്കിൽ ഒരു പാക്ക് ഓഫ് കാർഡ് 52 കാർഡ്സിനകത്ത് എന്തെല്ലാം കണ്ടെയ്ൻഡ് ഉണ്ട്, ഏതെല്ലാം കളറുകളാണെന്നുള്ളത്. അതുകൊണ്ട് അത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യാം. ഒന്ന്, ഹൗ മെനി ടോട്ടൽ കാർഡ്സ് ആർ ദർ? 1 ആണ് എടുക്കുന്നത് നമ്മൾ കേട്ടോ. 1 ആണ് എടുക്കുന്നത്. 2 ആകുമ്പോൾ അതിൻ്റേതായ കോമ്പിനേഷൻ വരും.
52C2 അത്രയും കാർഡുകൾ എടുക്കുക. ഇവിടെ നമ്മൾ ഒന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കാർഡ് ആകുമ്പോൾ നമ്മൾ ടോട്ടൽ ഇവൻറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൗ മെനി ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ആ ഒരു കാർഡ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52C1. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ 2 എന്നാക്കി കഴിയുമ്പോൾ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് ഇവിടെ 2 എന്നാണ്. 52C1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 52 തന്നെയാണ്. 52 ഡിഫറെൻറ്റ് വേസിലാണ്. 52C2 ആകുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ വേസ് കണ്ടുപിടിക്കുക. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യനകത്ത് വരാവുന്ന വേരിയേഷനെ പറ്റി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ 52 ആണ് ടോട്ടൽ വേസ്, നമ്പർ ഓഫ് വേസ് ദാറ്റ് വി ക്യാൻ ടേക്ക് എ കാർഡ് ഫ്രം ദ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്. അത് ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഡയമണ്ട് ഉണ്ട്? ടോട്ടൽ 13 ഡയമണ്ട്സ് ആർ ദർ. അതിൽ നിന്നൊന്നാവണം. സോ 13C1 ഈസ് ഈക്വൽ ടു 30. ഇപ്പോൾ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 13C2 എന്നുണ്ടാവും കേട്ടോ, രണ്ടും ഡയമണ്ട് ആവാനുള്ള. അപ്പോൾ അതിനനുസരിച്ച് കണക്കിന് നമ്മൾ കോമ്പിനേഷനിൽ പഠിച്ചതാണല്ലോ, അത് മാറ്റിക്കുള്ളൂ. സോ 13/52 എന്ന് പറയും. ദാറ്റ് ഈസ് 1/4 ആയിരിക്കും. 1/4 ആണ് ഒരു ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി. എയ്സ് ആവാനുള്ള പ്രോബിലിറ്റിയോ? സോ ഹൗ മെനി ഏസസ് ആർ ദർ? ഒരു ഡയമണ്ട് ഏസ്, ഒരു സ്പെയ്ഡ് ഏസ്, ഒരു ഹെഡ്സ് ഏസ്, ഒരു ക്ലബ്സ് ഏസ്, ഇങ്ങനെ 4 ഏസുകളാണ് ഉണ്ടാകുക. സോ ടോട്ടൽ നമ്പർ ഓഫ് ഏസസ് ആർ 4 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ദാറ്റ് വി ക്യാൻ ടേക്ക് എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ് ഈസ് 52 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 4/52 ആണ്. ദാറ്റ് ഈസ് 1/13 എന്ന് കിട്ടും. 1/13 ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഏസ്. അടുത്തത് ഒരു ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എന്നാണ്. അതിന് വെൽ ഷഫിൾഡ് പാക്കിനകത്ത് എത്ര ബ്ലാക്ക് ഉണ്ട് നോക്കണം. സ്പെയ്ഡ് ഈസ് ബ്ലാക്ക് ആൻഡ് ക്ലബ്സ് ഈസ് ബ്ലാക്ക്. സ്പെയ്ഡ് 13 ക്ലബ്സ് 13. സോ ടോട്ടൽ 26 ബ്ലാക്ക് കാർഡ്സ് ആർ ദർ ആൻഡ് വി ക്യാൻ ടേക്ക് ഇൻ ഡിഫറെൻറ്റ് 52 വേസ്. ദാറ്റ് മീൻസ് 1/2 ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ്. നെക്സ്റ്റ് എ ഫേസ് കാർഡ്. ഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനകത്തും കിങ്, ജാക്ക്, ക്യൂൻ എന്ന് പറയുന്ന 3 ഫേസ് കാർഡ് ഉണ്ടാവും. അത് മൂന്നിനും ഉണ്ടാവും. ഹാർട്സിനും ഉണ്ടാവും, ക്ലബ്സിനും ഉണ്ടാവും, ഡയമണ്ട്സിനും ഉണ്ടാവും, സ്പേഡിനും ഉണ്ടാവും. സോ 4, 3, 12 ആണ് ഫേസ് കാർഡിൻ്റെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ്സ് ഈസ് 12/52 എന്നാണ് ഉണ്ടാവുക. ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് എത്ര? സോ 3 കൊണ്ട് 2നെ റെഡ്യൂസ് ചെയ്ത് വിടുക, 5-ല്ല. അപ്പം 6/26 എന്നുണ്ടാവും. 3/13 എന്നുണ്ടാവും. സോ ടോട്ടൽ 3/13. ഓഫ് കോഴ്സ് ഒരു സെറ്റിനകത്ത് 3 എണ്ണം ഉണ്ടാവും, അങ്ങനത്തെ 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3/13 എന്ന് പറയുന്നതാണ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ്. ഇനി അടുത്തത് നോട്ട് ഡയമണ്ടാണ്. നോട്ട് ഡയമണ്ട് മീൻസ് ഡയമണ്ട് കോംപ്ലിമെൻറ്റ്. ഡയമണ്ട് ആവരുത്. അപ്പോൾ ഡയമണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം, ദാറ്റ് ഈസ് 1/4 ആണ്. അപ്പം ഡയമണ്ട് കിട്ടാതിരിക്കാൻ, നോട്ട് ഡയമണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റിയോ 1 - 1/4 ഈസ് ഈക്വൽ ടു 3/4. ഇനി അല്ലെങ്കിൽ നോട്ട് ഡയമണ്ട് എന്ന് പറയുന്ന കാർഡിൻ്റെ എണ്ണം 13 + 13 + 13 39 /52 ആയിരിക്കും. കാര്യം 13 എണ്ണമാണല്ലോ ഡയമണ്ട് ഉള്ളത്. 52 13 എണ്ണം പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 39 /52 ഈസ് 3/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കാം. 2 dice are thrown. Find the probability of getting a doublet. Getting sum of the numbers on the dice is 8. Getting an odd number on the first die. First diയിൽ ഒറ്റ സംഖ്യ കിട്ടാൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 8. 2 നമ്പറുകളും കൂടി കൂട്ടുമ്പം 8 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതായത് 2 ഡൈസ് എറിയാണ്. 2 ഡൈസ് എറിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 1 മുതൽ 6 എണ്ണം വരെ ഉണ്ടാവും, രണ്ടാമത്തേൽ 1 മുതൽ 6 വരെ ഉണ്ടാവും. അപ്പോൾ 1, 1, 1, 2, 1, 3 ഇങ്ങനെ എൻ്റെ സാമ്പിൾ സ്പേസ് സംഭവിക്കും. ഞാനിപ്പോൾ എഴുതുന്നില്ല. ഒന്നാമത്തേൽ 1, രണ്ടാമത്തേൽ 1, പിന്നെ ഒന്നാമത്തേൽ 1, രണ്ടാമത്തേൽ 2, അങ്ങനെ അത് പോകാം. പിന്നെ ഒന്നാമത്തേൽ 2, രണ്ടാമത്തേൽ 1 ഇങ്ങനെയും വീഴാം. ഇനി അല്ലെങ്കിൽ ഒന്നാമത്തേൽ 2, രണ്ടാമത്തേൽ 2 ഇങ്ങനെയും വീഴാം. അങ്ങനെ 6 വരെ സംഭവിക്കാം. നിങ്ങൾക്കറിയാം, അത് എഴുതാൻ കഴിയും. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. അങ്ങനെ എത്ര സാമ്പിൾ സ്പേസ് ഉണ്ടാവും? ഒന്നാമത്തേൽ 6, രണ്ടാമത്തേൽ 6. സോ 6 × 6 ടോട്ടൽ 36 എലമെൻറ്റ്സ് ഉണ്ടാവും സാമ്പിൾ സ്പേസിനകത്ത്. ഇതിങ്ങനെ 1 മുതൽ ഇവിടെ മാറ്റി 6 വരെ എഴുതുമ്പോൾ ഇവിടെ 6 എണ്ണം, അങ്ങനെ 6 വരി എഴുതാൻ പറ്റും. സോ 6 × 6 36 എണ്ണം ഉണ്ടാവും. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റിംഗ് എ ഡബിളറ്റ് എന്ന് പറയുന്നത്. അത് 2 എണ്ണം ഡബിളുകളായിരിക്കണം. ഇതിനകത്ത് 1 വീണാൽ അതിനകത്ത് 1, ഇതിനകത്ത് 2 ആണെങ്കിൽ അതിനകത്ത് 2, അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടാവും നമുക്കറിയാം. അത് 1, 1, 2, 2, 3, 3, ഞാൻ എല്ലാം എഴുതണ്ടല്ലോ. 4, 4, 5, 5, 6, 6, അങ്ങനെ 6 ഡിഫറെൻറ്റ് വേസ് മാത്രമേ അതിനുള്ളൂ. സോ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 6 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈസ് 36. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ഡബിളറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗെറ്റിംഗ്
സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 8. അങ്ങനെ രണ്ട് ഡൈറ്റിൻ്റെയും കൂടെ മുകളിലുള്ള നമ്പറുകൾ കൂട്ടുമ്പോൾ 8 കിട്ടണം. ഇവിടെ 1 1 2 ആണുള്ളത്, അങ്ങനെയൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ഒന്നിൽ തുടങ്ങുന്ന ഒരു ഡബിളറ്റും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നിൽ മറ്റേതിൽ മാക്സിമം വരാവുന്നത് 6. അപ്പോൾ 1 6 വന്നാലും 7 ആവും. അപ്പോൾ 2 മുതലാണ് തുടങ്ങുക. 2ൻ്റെ കൂടെ രണ്ടാമത്തേൽ 6 വന്നാൽ 8 ആയി. ഇതിനെ തിരിച്ചുവിടാം നമുക്ക്. 6 ആദ്യത്തേലും രണ്ടാമത്തേലും 2 വന്നാലും നടക്കും. പിന്നെ 3 വന്ന് അപ്പുറത്തേൽ 5 വന്നാൽ അത് നടക്കും. അതുപോലെ നേരെ തിരിഞ്ഞു വന്നാലും നടക്കും. 5ഉം 3ഉം നടക്കും. ഇനി 4 ഇവിടെ വന്നു, അവിടെയും 4 വന്നു, കുഴപ്പമില്ല, അതും നടക്കും. പക്ഷെ അതിനിവിടെ തിരിച്ചിടേണ്ട ആവശ്യമില്ല, കാര്യം ഇതേ ഇവൻ്റ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ 4 5 3 എന്ന് എഴുതാം. 5 3 ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എഴുതേണ്ട കാര്യമല്ല, കാര്യം പകുതി 4 4 ആയി കഴിഞ്ഞു. അപ്പോൾ 1 2 3 4 5 ഡിഫറെൻറ്റ് വേസിലാണ് ഇത് നടക്കാവുന്നത്. സോ ടോട്ടൽ ഈസ് 5 by and total is 36. 5 by 36 is the total number of ways where we can get the sum of the numbers on 2 dice 8. Okay, so next question, third question, getting an odd number on the first die. ഫസ്റ്റ് ഡൈയിൽ ഓഡ് നമ്പർ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഡൈയിൽ ഓഡ് നമ്പർ ആയിക്കണം. നിങ്ങൾ നോക്കൂ, ഇത് ഫസ്റ്റ് ഡൈയാ, ഓഡ് നമ്പർ. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. ഇത് ഈവനാ, ഔട്ട്. ഇത് ഓടാ, ഇതിലും 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ 6 6 12. ഇനി 5 വരുമ്പോഴും 6 എണ്ണം ഉണ്ടാവും. ഫസ്റ്റിലത്തെ 5 വരുമ്പോൾ. അപ്പോൾ 6 6 6 12 6 18. സോ ടോട്ടൽ വേസ് ഈസ് 18 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈസ് 36. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ കോയിൻ ഈസ് ടോസ്ഡ് ത്രീ ടൈംസ്. മൂന്ന് വട്ടം. 2 സബ് ക്വസ്റ്റ്യനാണുള്ളത്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. ബി, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads, at least 2 heads, at most 2 heads, at least 1 head, at most 1 head. ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻസാണ് ഉള്ളത്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തത്, എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എഴുതാൻ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എപ്പോഴും S ഈസ് ഈക്വൽ ടു, ഇതൊരു സെറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് H H H ഇങ്ങനെ സംഭവിച്ചൂടെ? ഇങ്ങനെ ഇതിൽ ഞാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തത് H H H. ഇനി നമ്മൾ ഇതിനകത്ത് ആ ചേഞ്ചുകൾ വരുത്തേണ്ടത്. എങ്ങനെയൊക്കെ വരുത്തും? ആദ്യത്തത് H, രണ്ടാമത്തതും H T. ഓക്കെ, പിന്നെയോ H T H H T T എല്ലാം ആയി. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലത്തത് H ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ H H H T T H T T എല്ലാം ആയാലും ഫസ്റ്റിലത്തെ H വരുന്നതായി. ഇനി അടുത്തത് ഫസ്റ്റിലത്തത് ടെയിൽ വരാം. ടെയിൽ അപ്പോൾ ഇത് തന്നെ സംഭവിക്കും. T H H T H T T T H T T T. ഓക്കെ, അങ്ങനെ ഇവിടെ ക്ലോസും ചെയ്യാം. സാമ്പിൾ സ്പേസ് ഇത്രയും സാമ്പിൾ സ്പേസേ സംഭവിക്കൂ. കാര്യം ഒന്നാമത്തേൽ ഞാൻ Hനെ ഫിക്സ് ചെയ്ത് നിർത്തി, അതാ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റിലത്തത് H. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നുള്ള 2 എണ്ണത്തിനാണ്, അതിനകത്ത് മാറ്റിയാൽ മതി. H H H T T H T T. രണ്ടാമത്തെ വരിയിൽ എഴുതിയിരിക്കുന്നത് ആദ്യത്തേന് ഞാൻ ഇത് H ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ടെയിലിൽ നിർത്തി, ബാക്കിയുള്ളത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ മൊത്തത്തിൽ ഹൗ മെനി ടോട്ടൽ 1 2 3 4 and 4 into 2 8 ഡിഫറെൻറ്റ് പോസിബിൾ ഔട്ട്കംസ് ആർ ദർ. അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് ഇതാണ് സാമ്പിൾ സ്പേസ്. ഇതിനകത്ത് 8 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads ആണ് പറയുന്നത്. ഗെറ്റിംഗ് 2 heads. അപ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 2 ഹെഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ 1 2 3 എണ്ണം ഉള്ളത്. സോ 3/8 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads അല്ലേ? 2 heads എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 2 heads എന്നാ, കുറഞ്ഞത് 2 ഹെഡ് ഉണ്ടാവണം. അപ്പോൾ 2 ഹെഡ് ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, 3 എണ്ണം ഉണ്ട്. എന്നാൽ 3 ഹെഡ് ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 3 heads ആയി. അറ്റ്ലീസ്റ്റ് 3 heads ആയി. സോ ദാറ്റ് ഈസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 4/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അപ്പോൾ ഇതിനകത്തും 2 ഹെഡ് ഉണ്ട്, ഇതിനകത്തും 2 ഹെഡ് ഉണ്ട്. 3 4 എണ്ണത്തിനകത്ത് 2 ഹെഡുകളുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്മോസ്റ്റ് 2 heads എന്നാണ്. അറ്റ്മോസ്റ്റ് 2 heads. അറ്റ്മോസ്റ്റ് 2 heads എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഹെഡേ ഉണ്ടാകാവുന്ന, ഹെഡൊന്നും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പം ഹെഡ്
3 ഹെഡ് ഉള്ളത് ഒഴിവാക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് 7/8 എന്നാണ്ടായത്. കാര്യം ബാക്കിയുള്ളതിലൊക്കെ മാക്സിമം 2 ഹെഡേ ഉണ്ടാവും. 3 ഹെഡ് അല്ലാത്തതെല്ലാം 2 ഹെഡോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് 7/8. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഓൾസോ അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഒറ്റ ഹെഡും ഇല്ലാത്തത് ഒഴിവാക്കിയാൽ മതി. ഒറ്റ ഹെഡും ഇല്ലാത്തത് ടൈലുകൾ മാത്രമേ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓൾസോ അഗെയിൻ ദ പ്രോബബിലിറ്റി ഈസ് 7/8. നെക്സ്റ്റ് അറ്റ് മോസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡ് മാത്രമേ മോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഹെഡ് ഉള്ളതും ഹെഡ് ഇല്ലാത്തതും നമുക്ക് എണ്ണാം. അപ്പോൾ ഹെഡ് ഉള്ളത് 1, 2, 3, 4. സോ ദാറ്റ് ഈസ് 4/8. ദാറ്റ് ഈസ് 1/2 എന്ന് കിട്ടും. അപ്പോൾ അത്യാവശ്യം എല്ലാം നമ്മൾ ആൻസർ ചെയ്തു തോന്നുന്നു. മറ്റേ ആ സാമ്പിൾ സെറ്റ് നിങ്ങൾക്ക് കൂടെ ഉള്ളതുകൊണ്ട് എണ്ണി നോക്കാം. അറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പം അറ്റ് മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഹെഡേ ഉണ്ടാകാവുന്ന, ഹെഡ് ഉണ്ടാകണം എന്നൊരു നിർബന്ധവും ആ കണ്ടീഷനില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ തേർഡ് പാർട്ട് കേട്ടോ. 2 students, Anil and Ashima, appeared in an examination. The probability that Anil will qualify the examination is 0.05 and Ashima will qualify the examination is 0.10. The probability that both will qualify the examination is 0.02. Find the probability that both Anil and Ashima will not qualify the examination. Question B, at least one of them will not qualify the examination, and C, only one of them will qualify the examination. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ എന്ന് പറയുന്നത് അനിലോ അല്ലെങ്കിൽ അശ്മിതയോ രണ്ടാളും ക്വാളിഫൈ ചെയ്യരുത് എന്നുള്ളത്. അതെങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത പ്രോബബിലിറ്റി ഓഫ് അനിൽ ക്വാളിഫൈ ചെയ്യരുത്, ദാറ്റ് ഈസ് n കോംപ്ലിമെൻറ്റ്, അനിൽ പാസ്സാവരുത്, നോട്ട് അനിൽ, ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ അശ്മിതയും പാസ്സാവരുത്. n കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ s കോംപ്ലിമെൻറ്റ്. ഡിമോർഗൻസ് തിയറി അനുസരിച്ച് നമുക്കറിയാം യൂണിയൻ s കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നതാണ് n കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ s കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 - n യൂണിയൻ s ആണ്. 1 - n യൂണിയൻ s ആണ് പ്രോബബിലിറ്റി ഓഫ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? n യൂണിയൻ s കണ്ടുപിടിക്കണം. n യൂണിയൻ sൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻ p ഓഫ് n യൂണിയൻ s ഈസ് ഈക്വൽ ടു p ഓഫ് n ദാറ്റ് ഈസ് 0.05 പ്ലസ് P of S that is 0.1 plus P of n intersection S is 0.02. ഇതിൻ്റെ ഒക്കെ പ്ലേസുകൾ ഡിഫറെൻ്റ് ആട്ടോ. 0.5 അല്ല, 0.05, അവിടെ 0.1 ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് ചെയ്യണം. അപ്പം ഇവിടെ മൈനസ് ഉണ്ടാകുക. 0.105 എന്ന് ഇസ് ഈക്വൽ ടു 0.13 എന്നുണ്ടാവും. 0.15ൽ നിന്ന് 0.02 കുറച്ചാൽ 0.13 എന്നുണ്ടാവും. ആ 0.13 ആണ് n യൂണിയൻ s. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്കിതാണ് വേണ്ടത്. അപ്പം 1 - 0.13 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.13 എന്ന് പറയുമ്പോൾ 0.87 എന്നുണ്ടാവും. 0.87. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം വിൽ ഡിസ്ക്വാളിഫൈ എന്നാണ് പറഞ്ഞത്, വിൽ നോട്ട് ക്വാളിഫൈ. ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യൂല അതിനുള്ള പ്രോബബിലിറ്റി എത്ര? ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്കറിയാം 2 പേരും ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഒഴിവാക്കിയാൽ ആരെങ്കിലും ഒന്ന് ഫെയിൽ ആയിട്ടുണ്ടാവുന്ന ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ആ വഴിക്കാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ 2 ആളും ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതാണല്ലോ n ഇൻ്റർസെക്ഷൻ s എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ആളും ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് P ഓഫ് n ഇൻ്റർസെക്ഷൻ s എന്ന് പറയുന്നതാണ് 2 ഒരാൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 - 0.02 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98 എന്ന് പറയുന്നത്. 0.98. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ ക്വാളിഫൈ ചെയ്യും, ഒരാൾ ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ വായിച്ചത്? ഓൺലി 1 ഓഫ് ദം വിൽ ക്വാളിഫൈ. ആരെങ്കിലും ഒരാൾ മാത്രമേ ക്വാളിഫൈ ചെയ്യൂ. അങ്ങനെയാകുമ്പോൾ എങ്ങനെയൊക്കെ അത് സംഭവിക്കാം? അത് അനിൽ ക്വാളിഫൈ ചെയ്യാം ആൻഡ് അശ്മിത ക്വാളിഫൈ ചെയ്യരുത്, s കോംപ്ലിമെൻറ്റ്. മറ്റൊരു വഴി n s കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ n കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ s. n പാസ്സാവുന്നില്ല,
എസ് പാസ്സാവും. ഇങ്ങനെ രണ്ടും കൂടെ സംഭവിക്കും. ഇങ്ങനെ രണ്ട് രീതിയിൽ ഇത് സംഭവിക്കാം, എൻ ഇൻ്റർസെക്ഷൻ എസ് കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ ഒരു വെൻ ഡയഗ്രാം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ എൻ്റെ വെൻ ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ നിങ്ങൾ, എൻ ഇൻ്റർസെക്ഷൻ എസ് കോംപ്ലിമെൻറ്റാണ്. എസ് എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതല്ലാത്തതെല്ലാം പുറത്തോട്ടുള്ളത്. പിന്നെ എസ് അതാണ് എസ് കോംപ്ലിമെൻറ്റ്. പിന്നെ ഉള്ളത് എൻ ആണ്. എന്നിനെ ഞാൻ ഇങ്ങനെ കുത്തനെ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാ ഇത്രയും ഭാഗമാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഈ കിടക്കുന്ന ഭാഗമാണ്. അത് എന്ന് പറയുന്നത് മൊത്തമായി എന്നിൽ നിന്ന് എൻ ഇൻ്റർസെക്ഷൻ എസ് സബ്ട്രാക്ട് ചെയ്തതാണ്. എൻ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ മുഴുവനായി മൈനസ് ഈ വെളുത്ത ഈ ഭാഗം, ലെൻസ് പോലെയുള്ള ഈ ഭാഗം, അതായത് എൻ ഇൻ്റർസെക്ഷൻ എസ് കുറക്കുന്നതായിരിക്കും ആ ഭാഗം. അപ്പോൾ ഇതിൻ്റെത് എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എൻ ഇൻ്റർസെക്ഷൻ എസ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെത് എന്ന് പറയുന്നത് എന്തായിരിക്കും സാധനം? എസ് മൈനസ് എൻ ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെത്. കാര്യം എൻ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ വരയ്ക്കുക അതിനോട്, അതായത് എൻ മൈനസ് എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ് മൈനസ് എൻ എന്ന് പറയുന്ന ഭാഗമാണ് ഉണ്ടാകുക. അതായത് എന്നിൽ നിന്ന് നമ്മൾ എൻ ഇൻ്റർസെക്ഷൻ എസ്, അതായത് ഈ ഭാഗം അപ്പുറത്തെ ആ വട്ടത്തിൽ നിന്ന് കുറക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ഇതും കിട്ടി, ഒന്ന് ഇതും കിട്ടിക്കഴിഞ്ഞു. എസിൻ്റെ പ്രോബബിലിറ്റി നമുക്കറിയാം. എസ് എന്ന് പറയുന്നത് 0.1 ആണ്, മൈനസ് എൻ ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറയുന്നത് 0.02 കാണാമല്ലോ. ഇവിടെ എൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അതിൽ നിന്ന് എൻ ഇൻ്റർസെക്ഷൻ എസ് ആയ 0.02 നമ്മൾ കുറക്കണം. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാകുക? 0.1ൽ നിന്ന് 0.02 കുറച്ചാൽ 0.08 എന്നുണ്ടാവും. അതുപോലെ ഇവിടെ 0.05ൽ നിന്ന് 0.02 കുറച്ച് കഴിഞ്ഞാൽ 0.03 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 0.02 ഉണ്ട്, 0.03 ഉണ്ട്. ഇത് സംഭവിക്കാൻ നമ്മൾ പറഞ്ഞു രണ്ട് വ്യത്യസ്ത രീതിയിൽ സംഭവിക്കാമെന്ന്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.08 ആണ്. ഇത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 0.03 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 0.11 എന്നാണ് ഉണ്ടാകുക. ദ പ്രോബബിലിറ്റി വിൽ ബി 0.11.